പുറമേ ഒരു ത്രില്ലറിൻ്റെ ഷെല്ലുണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയാണ് ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള ഔസേപ്പിൻ്റെ ഒസ്യത്ത്. സിനിമയിൽ നമ്മളെ അതിൽ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള ക്രൈമും ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നുണ്ടെങ്കിലും ഗതികേടും പണത്തിനോടുള്ള ആർത്തിയും കുറ്റബോധവും പോലെയുള്ള ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഡ്രിവൺ അപ്രോച്ചാണ് സിനിമയ്ക്കുള്ളത്. പല ഡീറ്റെയിലുകളും പല പല ഇടങ്ങളിൽ മാത്രം റിവീൽ ചെയ്തുകൊണ്ട് എഴുത്തുകാരനായിട്ടുള്ള ഫസൽ ഹസൻ നമ്മളെ കഥയിൽ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. എഴുതി വെച്ച തിരക്കഥയെ അസാമാന്യമായി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ക്രാഫ്റ്റ് പോകുന്നില്ലെങ്കിലും അനാവശ്യമായി ഒന്നും തന്നെ എഴുതി ചേർക്കാത്ത തിരക്കഥയും ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളും ഈ സിനിമയെ നല്ലൊരു അനുഭവമാക്കുന്നുണ്ട്. സിനിമയുടെ പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ തന്നെ ഔസേപ്പും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് കഥയുടെ ഫോക്കസ്. ഔസേപ്പിൻ്റെ മൂത്ത മകനായ മൈക്കിളും രണ്ടാമത്തെ മകനായ ജോർജും ചേർന്ന് നടത്തിയ ഒരു ബിസിനസ് സംരംഭത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ച് അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുന്നു. അതിൽ നിന്നും തങ്ങളെ കരകയറ്റാൻ അപ്പനെക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന ഘട്ടത്തിൽ അവർ ഔസേപ്പിനോട് സഹായം ആവശ്യപ്പെടുന്നു. തഹസിൽദാരായ മൈക്കിളും പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജും ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. എഴുത്ത് തന്നെയാണ് ഈ സിനിമയെ മികച്ചതാക്കി മാറ്റുന്നത്. വെറും 118 മിനിറ്റ് മാത്രമുള്ള സിനിമയിലെ ഒരുവിധം എല്ലാ സീനുകൾക്കും ഇതൊരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ റെലവൻസ് ഉണ്ടാകുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയിൽ ഔസേപ്പിൻ്റെ മൂന്നാമത്തെ മകനായ റോയ് എന്ന കഥാപാത്രവും കാമുകിയുമുള്ള ഒരു ജനറിക്കായ റൊമാൻറ്റിക് ട്രാക്ക് കാണുമ്പോൾ അതൊരു പാട്ടിന് വേണ്ടി ഉണ്ടാക്കിയ സിറ്റുവേഷൻ എന്നേ തോന്നുകയുള്ളൂ. എന്നാൽ ആ പാട്ടായിക്കോട്ടെ, റോയും ജോർജും ചെറുതായിട്ടൊന്ന് ഉരസുന്നൊരു സമരം സീനായിക്കോട്ടെ, എല്ലാത്തിനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേ ഓഫ് സിനിമയുടെ ഫൈനൽ ആക്ടിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും. തിരക്കഥ ഈ കഥ ഏത് ദിശയിലേക്കും പോകാമെന്ന രീതിയിലാണ് ഒരു പരിധിവരെ മുന്നോട്ട് പോകുന്നത്. ഒടുവിൽ പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ദിശയിലേക്കാണ് സിനിമ പോകുന്നത്. മൂത്ത മകനായിട്ടുള്ള മൈക്കിളിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ദിലീഷ് പോത്തനായിരുന്നു എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമർ. വളരെ വൾണറബിൾ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്കിളിൻ്റെ ശരിയായ മാനസികാവസ്ഥ കാണിച്ചു തരുന്ന ചെറിയ ചെറിയ സീക്വൻസുകൾ ഈ സിനിമയിൽ പല പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ആ മൊമെൻറ്റുകളിലെ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ആ കഥാപാത്രത്തിനോട് ഒരു എംപതി തോന്നാൻ കാരണമാകുന്നത്. ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈക്കിൾ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ശേഷം ആ കഥാപാത്രത്തിലൂടെ കഥയെ നോക്കി കാണുമ്പോൾ മൊത്തത്തിൽ വേറെ ഒരു ഇമോഷണൽ ലെയർ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതാണ്ട് രണ്ടാം പകുതി മുതൽ മൈക്കിൾ എന്ന കഥാപാത്രം മാനസികമായി വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതെല്ലാം തന്നെ ദിലീഷ് പോത്തൻ അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ചിട്ടുള്ള അനിയൻ കഥാപാത്രമായ ജോർജ് അദ്ദേഹത്തിൻ്റെ സട്ടിലായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പോത്തനും ഷാജോണുമുള്ള കോമ്പിനേഷൻ സീനുകളാണ് സിനിമയിലേറെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ പെർഫോമൻസിനെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു പ്രകടനമായിരുന്നു ഷാജോണിൻ്റേത്. വിഗ് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് സഹദേവനെ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതേ കഥ സഹദേവൻ്റെ ഒരു കഥയായി ഒരു ദൃശ്യം സ്പിൻ ഓഫ് പോലെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ദൃശ്യം ഫ്രാഞ്ചൈസിന് വേറെ ഒരു ഇമോഷണൽ ലെയർ കിട്ടുമായിരുന്നു എന്ന് തോന്നി. ചുമ്മാ ഒരു തോട്ട് പറഞ്ഞതാണ്. ടൈറ്റിൽ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിലെ ക്യാരക്ടേഴ്സിനെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്നതിലപ്പുറം അപ്പുപിള്ളയെ പോലെ ഓർത്തിരിക്കത്തക്ക എലമെൻറ്റുകൾ വിജയരാഘവൻ അവതരിപ്പിച്ച ഔസേപ്പിനുള്ളതായിട്ട് തോന്നിയില്ല. റോയ് എന്ന കഥാപാത്രമായിട്ട് വന്ന ഹേമന്ത് മേനോൻ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. റോയിയുടെ കാമുകി അഞ്ജലിയായി വന്ന സരിൻ ഷിഹാബ് നല്ല രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒട്ടും പൈങ്കിളിയല്ലാത്തൊരു റൊമാൻറ്റിക് ഷെയ്ഡിൽ സരിനെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഡാർക്ക് പരിപാടിയിൽ നിന്നൊരു മാറ്റം കിട്ടാൻ അത് സഹായമാകട്ടെ. അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് ചെറുതാണെങ്കിലും തനിക്ക് ലഭിച്ച പോലീസ് കഥാപാത്രത്തെ യുണീക്കായിട്ട് അവതരിപ്പിക്കാൻ കനി കുസൃതിക്ക് സാധിച്ചു. ലെന, ജെയിംസ് എലിയ, ജോജി ജോൺ എന്നിവരൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാന താരങ്ങൾ. അതിഗംഭീരമായ ക്രാഫ്റ്റുള്ളൊരു സിനിമയാണെന്ന് ശരത്ചന്ദ്രൻ ആർജി ഒരുക്കിയിട്ടുള്ള ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സീനുകൾ സ്റ്റേജ് ചെയ്തിട്ടുള്ള രീതിയാണെങ്കിലും ചില സീനുകൾ ഡ്രമാറ്റിക്കായ ടോണിലേക്ക് മാറുന്നതും നമ്മളിൽ വല്ലാതെ ഉദ്വേഗം ജനിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു ക്യാരക്ടർ ഡ്രാമയായും ക്രൈം ത്രില്ലറായും ഒരേ സമയം തോന്നിപ്പിക്കുന്ന രീതിയിൽ കഥ മുന്നോട്ട് പോകണമെന്നൊരു വ്യക്തത സിനിമയുടെ തിരക്കഥയ്ക്കുണ്ട്. ക്രൈം എന്താണെന്നും ക്രിമിനൽ ആരാണെന്നും വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നതുകൊണ്ട് ട്വിസ്റ്റുകളിട്ട് ഞെട്ടിക്കേണ്ട ഒരു സിനിമയല്ല ഇത് എന്ന് എഴുത്തുകാരനായ ഫസൽ ഹസന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ എന്ന പോലെ നമുക്ക് വളരെ റിയലിസ്റ്റിക്കായ കുറേ ഇവൻറ്റുകൾ കാണിച്ചു തന്ന് പക്ഷേ അവസാനം അതിനൊക്കെ വേറെയും ചില പർപ്പസുകൾ ആഡ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ സമർത്ഥമായിട്ട് സാധിക്കുന്നുണ്ട്. സിനിമ പിന്തുടരുമെന്ന് വിചാരിക്കുന്ന ഒരു പാത്തിൽ നിന്ന് അവസാന നിമിഷം അത് മാറുന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് ജോർജിനെയും മൈക്കിളിനെയും റീഡ് ചെയ്യാനുള്ളൊരു സ്പേസ് സിനിമ തരുന്നുണ്ട്. ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസിൻ്റെ നല്ല സപ്പോർട്ട് ലഭിച്ചിട്ടുള്ള നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത്. വിഷ്വൽ ക്രാഫ്റ്റ് കൊണ്ട് ഇതിനകത്തുള്ള ക്യാരക്ടർ ഡ്രാമയെ എൻഹാൻസ് ചെയ്യാൻ ഒരു പരിധിക്ക് അപ്പുറം സിനിമയ്ക്ക് സാധിക്കാത്തതുകൊണ്ട് ഒരു വൗ ഫാക്ടർ കുറവുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും അനാവശ്യമായ സീനുകളില്ലാതെ കഥയിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന
രംഗങ്ങൾ മാത്രം കോർത്തിണക്കിയ കഥ ഔസേപ്പിൻ്റെ ഒസ്യപ്പ് എന്ന സിനിമയെ നല്ലൊരു തിയേറ്റർ അനുഭവമായിട്ട് മാറ്റുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്